Hi friends, welcome to Shilus kitchen. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളി ചട്നിയാണ്. നമുക്കിത് ഇഡ്ലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞതാണ്, ഒരു ചെറിയ തക്കാളിയും അതുപോലെ തന്നെ ഒരു കൈപ്പിടി ചെറിയ ഉള്ളിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, 2 തണ്ട് കറിവേപ്പിലയും 4-5 അല്ലി വെളുത്തുള്ളിയാണ് ആവശ്യം. പിന്നെ വേണ്ടത് 2 വറ്റൽമുളകും കുറച്ചൊരു ഉലുവയും ഇതിൽ കാണും പോലെ കുറച്ച് എടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിയുമാണ് വേണ്ടത്. പിന്നെ ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പുളിവെള്ളം ഇതുപോലെ പിഴിഞ്ഞെടുത്ത് വെക്കുക. കുറച്ച് പുളിവെള്ളം മതി, ഇതുപോലെ പിഴിഞ്ഞെടുത്ത് വെക്കുക. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ പാൻ അടുപ്പത്ത് വയ്ക്കുക. ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് മല്ലി ഇട്ട് കൊടുക്കുക. നമുക്കിതിൽ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്ത് ഉണ്ടാക്കാം. നല്ലെണ്ണയിൽ ഉണ്ടാക്കാം, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം, സൺഫ്ലവർ ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം, കരിഞ്ഞു പോകരുത്. സിമ്മിലിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മളെ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, ചെറുതായിട്ട് അരിയണമെന്നില്ല, 2-3 ഇതായിട്ട് അരിഞ്ഞാൽ മതി ചെറിയുള്ളി, അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ കരിയാതെ വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. തക്കാളി നമ്മൾ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുക. തക്കാളി ഒരു പുളിക്ക് വേണ്ടിയിട്ട് ചെറിയ തക്കാളി ഇടുന്നതേ ഉള്ളൂ. തക്കാളി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. തക്കാളി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് തമിഴ്നാട്ടിലൊക്കെ നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് നല്ല ഉള്ളി ചട്നിയാണ്. അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇത് ഇഡ്ലിയുടെ കൂടെയും ദോശയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവേണ്ട, അത്യാവശ്യം നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ മതി. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ചട്നീൻ്റെ ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഇനി വേണ്ടാത്തവർക്ക് ചെറിയുള്ളി സ്കിപ്പ് ചെയ്യാൻ ഡയറക്റ്റ് സവാള ഇട്ട് കൊടുത്താലും മതി. ചെറിയുള്ളി കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്, ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തക്കാളി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം നന്നായിട്ടെല്ലാം കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇത് അരച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം അരച്ചതാണ് നമ്മുടെ സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇഡ്ലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെ വരെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഉള്ളി ചട്നിയാണിത്. ഇതുവരെ ആരും ഇങ്ങനത്തെ ഉള്ളി ചട്നി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.